ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ വിഷയത്തിൽ ഒഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയമൊക്കെ കുറേ ചർച്ച ചെയ്തതല്ലേ എന്നും കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വിശദീകരണമൊക്കെ അവരോട് ചോദിക്കുന്നതാണ് നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ, ഇ.പി. ജയരാജൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി അന്തർധാരയാണോ? നികേഷ്, അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ വിഷയം വിവാദമാക്കുന്ന രീതിയിലേക്ക് പ്രതികരണങ്ങളിലേക്കോ ഇല്ല എന്നുള്ള തലത്തിൽ തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. കാരണം നേരത്തെ ഈ വിഷയം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലടക്കം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളടക്കം ഇരിക്കുന്ന ഈ വേദിയിൽ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ CPM നേതൃത്വത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. വലിയ തോതിൽ പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ളവർ ഇ.പി. ജയരാജന്റെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെയും ഒക്കെ പ്രസ്താവനകളും തുറന്നു പറച്ചിലുകളും വലിയ വിവാദമാക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് അതിൽ നിന്ന് മാറി ഒരു പ്രതികരണം നടത്തുന്നത്. കാരണം ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അല്ലെങ്കിൽ പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച അത് CPM BJP അവിശുദ്ധ ബന്ധമാണ് എന്ന തരത്തിൽ കോൺഗ്രസിന്റെയൊക്കെ തന്നെ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം PMS സലാമും വലിയ തോതിൽ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ ഇ.പി. ജയരാജനല്ല പിണറായി വിജയനാണ് ആദ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതെന്തിനാണെന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നുള്ള അടക്കം ആശയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതികരണവുമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം രംഗത്ത് എത്തുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇന്ന് പാണക്കാട് വെച്ച് നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു സാദിഖ് അലി തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഈ ഘട്ടത്തിൽ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അതിൽ പ്രതികരണത്തിനില്ല അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ CPM-നെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിൽ ഒരു പ്രതികരണത്തിന് പോലും ഇരു നേതാക്കളും തയ്യാറാകാതിരുന്നത്. ഈ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഇല്ലെങ്കിൽ അതിൽ തങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇതിൽ സ്വീകരിച്ചത്. നികേഷ്, അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.